നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 6-ാം വാക്യം. ജ്ഞാനം ഉപേക്ഷിക്കരുത്, അത് നിന്നെ സഹായിക്കും. ഈ വചനഭാഗത്തിലൂടെ ഈശോ നമ്മോട് അരുളി ചെയ്യുന്നത് ജ്ഞാനത്തെ ആർജിക്കുവാനും ജ്ഞാനത്തെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും ഒക്കെയാണ്. ജ്ഞാനത്തെ നാം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. കാരണം ജ്ഞാനം എന്നത്, അറിവെന്നത്, അല്ലെങ്കിൽ ബോധ്യം എന്നത്, മൂല്യങ്ങളെക്കുറിച്ചുള്ള ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്നത് അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ജ്ഞാനത്തെ നാം ഉപേക്ഷിക്കുമ്പോൾ അതൊരു പക്ഷേ സ്വർഗത്തെ നിന്ദിക്കുന്നതിനും സ്വർഗത്തെ ഉപേക്ഷിക്കുന്നതിനും തുല്യമായി കണക്കാക്കപ്പെട്ടേക്കാം. കാരണം ഈ ജ്ഞാനമാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്നെ സഹായിക്കുകയും നിന്നെ സംരക്ഷിക്കുകയും നിന്നെ സൂക്ഷിക്കുകയും നിന്നെ മറ്റുള്ളവരുടെ സ്നേഹത്തിന് പാത്രമാക്കി മാറ്റുകയും ചെയ്യാൻ ഇടവരുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ സ്നേഹിക്കുവാനും ഇരുകൈയും നീട്ടി അതിനെ സ്വീകരിക്കുവാനും ഹൃദയത്തിലേക്ക് അതിൻ്റെ വേരുകൾ പടർത്തി അല്ലെങ്കിൽ ആഴ്ത്തിക്കൊണ്ട് അതിനോടൊപ്പം ചരിക്കുവാനും നമുക്ക് സാധിക്കണം. ഉപേക്ഷ കൂടാതെ, മടി കൂടാതെ, യാതൊരു വിധത്തിലുമുള്ള അസ്വസ്ഥതകൾ കൂടാതെ ജ്ഞാനത്തെ സ്നേഹിക്കുവാൻ, സ്വർഗത്തെ സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ വചനം നമ്മെ പരിശീലിപ്പിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു ദേവാലയത്തിലെ വികാരി ഇടവകക്കാരുമായുള്ള വഴക്കിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ പരിഹാസ ചുവയുള്ള സംസാരങ്ങളിൽ, അടിച്ചമർത്തലുകളിൽ ഒക്കെയും പരാതിപ്പെട്ടുകൊണ്ട് അവിടുത്തെ ബിഷപ്പിനെ കാണുവാൻ പോവുകയാണ്. അല്ലയോ പിതാവേ, എനിക്ക് ഇനിയും ഈ ഇടവകയിൽ തുടരുവാൻ സാധിക്കുകയില്ല. എനിക്ക് യാതൊരു വിധത്തിലും അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇവരുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ എന്നെ കൊണ്ടാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. എനിക്ക് എന്തായാലും ഇവിടെ വേണ്ട, മറ്റൊരു ഇടവക എനിക്ക് തരിക, ഞാൻ അവിടേക്ക് പൊയ്ക്കൊള്ളാം. ഇത് കേട്ട നിമിഷം ബിഷപ്പ് ഒന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹം ഈ മുന്നിൽ നിൽക്കുന്ന വൈദികനെ നോക്കുകയാണ്. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം, ഇതെല്ലാം കേട്ടതിന് ശേഷം ബിഷപ്പ് ഇങ്ങനെ പറയുന്നുണ്ട്: അല്ലയോ വൈദിക, അല്ലയോ പുരോഹിത, താങ്കളുടെ ഹൃദയം ഇത്രമാത്രം വേദനിച്ചുവെങ്കിൽ, ഈ ഇടവകയിൽ നിന്നും മാറിപ്പോകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു പക്ഷേ അവർ താങ്കളെ ദേഹോപദ്രവം നടത്തിയിട്ടുണ്ടാകുമല്ലേ? താങ്കളെ മുഷ്ടി ചുരുട്ടി അവർ ഇടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും താങ്കൾക്ക് ഈ വേദന സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത് ആയിരിക്കും അല്ലേ? എന്നാൽ ഇത് കേട്ട് വൈദികൻ ഉടനെ തന്നെ മറുപടി നൽകുന്നുണ്ട്. ആ മറുപടി എന്താണെന്നും തുടർന്നുള്ള ഇവരുടെ സംഭാഷണങ്ങൾ എന്താണെന്നും ഉള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? കോട്ടയത്തെ പാമ്പാടിയിലുള്ള ഏലിയാമ്മ ആന്റി അല്ലേ? ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, മകനും ഭർത്താവും ഉണ്ട്. ഓക്കെ, ആന്റി വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ആന്റി, എന്തായാലും നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കൂടി കയറിയാലോ? ഓക്കെ, അതെ അറിയാലോ. 4 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും അവൻ ദുരുപായങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്തിനാണ്? ആന്റി, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിക്കാൻ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇതാണ്: എളിയവരെ വ്യാജ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുവാൻ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്: ഉത്തമന്റെ വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തമൻ ഉത്തമ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങൾ അവൻ ഉറ്റുനോക്കുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇതാണ്: അവൻ ഉത്തമ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള സമയം കൂടിയാണ്. അപ്പൊ ആന്റിക്ക് പാട്ട് പാടാനാണോ ഇഷ്ടം, വചനം പറയുവാനാണോ, എന്താ ഇഷ്ടം? രണ്ടും ഇഷ്ടം. എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാ? രണ്ടും. വചനം പറയാന്ന് പറഞ്ഞാൽ ഒരു വചനം പറയാന്നത് നല്ല കാര്യമല്ലേ, അതിന് അവന്റെ ഭാഗ്യം കിട്ടിയില്ലേ. ഓക്കെ, അപ്പൊ ആന്റിക്ക് ഇഷ്ടമുള്ളത് എന്തായാലും നമ്മുടെ വചന സമീക്ഷയുടെ ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആന്റിക്ക് അവതരിപ്പിക്കാം. പാട്ട് പാടിയിട്ട് വചനം പറയാം. ഓക്കെ.
ആകട്ടെ. അത് തുടങ്ങിക്കോളൂ. കർത്തൃകാവളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ, ആശയേറും നിന്നെ കാണുവാൻ ആമേനേ യേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേ യേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടം സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മഹാന്തനെ ഒന്ന് കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്ന് കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. നല്ല നാടനെ നിനക്കായി ഞാൻ നിങ്ങൾ ചെയ്യുമന്ത്യം വരെ അല്ലൽ തീർന്നു നിൻ കവിദേവര ഇല്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ കവിദേവര ഇല്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലെന്റെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് പാടി. നമ്മൾ എപ്പോഴും ഇത് കേൾക്കുന്ന പാട്ട് കൂടി. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വചന സമീക്ഷയുടെ ഫ്ലോറിൽ കൂടി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഏതെല്ലാം തരത്തിലുള്ള സ്ത്രീകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളെ, സംതൃപ്തരായിരിക്കുന്ന സ്ത്രീകളെ, അഹംഭാവമുള്ള സ്ത്രീകൾ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. സ്വൈരമായിരിക്കുന്ന സ്ത്രീകൾ, സംതൃപ്തിയുള്ള സ്ത്രീകൾ, അലംഭാവമുള്ള സ്ത്രീകൾ. അപ്പോ 3 ഉത്തരങ്ങളും ശരിയായിട്ടുണ്ട്. അപ്പോ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. അലംഭാവമുള്ള സ്ത്രീകളോട് എന്താണ് പറയുന്നത്? സ്ത്രീകളെ വിറയ്ക്കുവിൻ, നടുങ്ങുവിൻ. പറഞ്ഞോളൂ. അലംഭാവമുള്ള സ്ത്രീകളെ വിറയ്ക്കുവിൻ, നടുങ്ങുവിൻ, വസ്ത്രം ഒരുങ്ങി നഗ്നരാകുവിൻ. അതാണ്. അത് തന്നെയാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അലംഭാവമുള്ള സ്ത്രീകളെ. ശരി ഉത്തരമാണ് ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ കട്ടായോ? ഉത്തരം ഇതാണ്. നടുങ്ങുവിൻ, പരുക്കൻ വസ്ത്രം ധരിക്കുവിൻ. അപ്പൊ ആന്റി 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആന്റി പറഞ്ഞോളൂ, വചനം പറഞ്ഞോളൂ. ഈ പാട്ടിനനുസരിച്ചുള്ള വാക്യം തന്നെ പറയുകയാണ്. പറഞ്ഞോളൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തെ നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-2-3 വാക്യങ്ങൾ. വലിയൊരു വചനം കൂടിയാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് ഒരുങ്ങാം. ഒരുക്കത്തിന്റെ ഭാഗമാണല്ലോ നമ്മൾ ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ കൂടി സാക്ഷിയൊക്കെ പറയുന്നതും ലോകത്തിന് സാക്ഷി നൽകുന്നതും. അതെ, ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്, ഭയങ്കര ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ വീട്ടിൽ തീർച്ചയായിട്ടും ആന്റി. അപ്പൊ ഈ വചന സമീക്ഷയിലൂടെ തന്നെ ഇതുപോലുള്ള അമ്മമാരെയൊക്കെ ചേർത്ത് നിർത്താൻ പറ്റുന്നത് നമ്മുടെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് വേദന, കാലുകാത്ത വേദന, എല്ലാ വേദനയുമാണ്. ഓക്കെ ആന്റി, പ്രാർത്ഥിച്ചോളാം. സന്തോഷമായിട്ടിരിക്കുക. സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും ചോദിച്ചാൽ പറയാം. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. ഏലിയമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്.
ആന്റി വളരെ സന്തോഷത്തോടു കൂടി ഒരു ഗാനം ആലപിച്ചു, അതുപോലെ തന്നെ ഒരു വചനം പങ്കുവച്ചു. എല്ലാ ഉത്തരങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി. അപ്പോൾ ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ആ ഒരു ബിഷപ്പിന് മുൻപാകെ നിൽക്കുന്ന വൈദികനോട് ബിഷപ്പ് ചോദിച്ച ചോദ്യം ഇതാണ്: താങ്കളെ അവർ മുഷ്ടി ചുരുട്ടി ഇടിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും താങ്കൾക്ക് ഇത്രയും വേദനയും വിഷമവും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണമെന്നും പറയുന്നത്. അപ്പോൾ ആ വൈദികൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അല്ല പിതാവേ, അവരെന്നെ മുഷ്ടി ചുരുട്ടി ഇടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. പക്ഷേ എനിക്കിവിടെ പൊരുത്തപ്പെട്ട് നിൽക്കുവാൻ സാധിക്കില്ല, എനിക്ക് ഇവിടുന്ന് പോവുക തന്നെ വേണം. അപ്പോൾ ഈ ബിഷപ്പ് രണ്ടാമത് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്: അങ്ങനെയെങ്കിൽ താങ്കളുടെ വസ്ത്രം കീറി താങ്കളെ നഗ്നനാക്കിക്കൊണ്ട് താങ്കളെ അവർ പരിഹസിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും താങ്കൾക്ക് ആ വേദന കൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഇടവകയിലേക്ക് നോക്കാം. എന്നാൽ ഇത് കേട്ട് വൈദികൻ ഉടനെ പറയുന്നുണ്ട്, അയ്യോ അല്ല പിതാവേ, അവരെന്റെ വസ്ത്രത്തിൽ തൊടുകയോ എൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അവരെന്റെ വസ്ത്രം കീറുകയോ എന്നെ നഗ്നനാക്കുകയോ ചെയ്തിട്ടില്ല, അവരെന്നെ അങ്ങനത്തെ രീതിക്ക് പരിഹസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും അവർ എനിക്ക് ഏൽപ്പിച്ച മാനസികമായിട്ടുള്ള മുറിവ് കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബിഷപ്പ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യവും ഉത്തരവും എന്തായിരിക്കും എന്നുള്ള ഒരു വിശേഷത്തിലേക്കും കഥയിലേക്കും നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സോണി എന്നാണ്. ഞാൻ പാവക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സോണി എങ്കിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പ ഉണ്ട്, അമ്മയുണ്ട്, പപ്പയുടെ പെങ്ങളുണ്ട്, ചേട്ടൻ വന്നിട്ടുണ്ട് ഗൾഫില്, ഫാമിലിയുണ്ട്. അപ്പൊ എല്ലാരും തിരിച്ചു പോയത്. എല്ലാരും കൂടെ ഉള്ള ഒരു സന്തോഷ നിമിഷത്തിലാണല്ലേ ഇപ്പൊ കുടുംബം? അതെ അതെ അതെ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കുന്നു കേട്ടോ. അപ്പൊ അങ്കിളെ എന്നാ പിന്നെ അങ്കിള് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടി ആയിരിക്കും. അപ്പൊ നമ്മള് അധികം നീട്ടിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ? ഓക്കെ. അപ്പൊ അങ്കിളിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലാസ നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുളയ്ക്കുന്നത് എന്താണ്? ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: മുള്ളുകളും മുൾച്ചെടികളും. അത് നമ്മുടെ ബൈബിളിലെ വേർഡിങ്സ് മാറുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ മുള്ളുകളും മുൾച്ചെടികളും. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കാട്ടുകഴുതകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിലേ പറഞ്ഞോളൂ. കുന്നും കാവൽ മാളികയും. ശരി ഉത്തരമാണ്. അതിന്റെ കൂടെ ചെറിയൊരു അഡീഷനും കൂടെ ഉണ്ട്, ചെറുതായിട്ട് 2-3 വാക്കുകളും കൂടി ഒന്ന് ആഡ് ചെയ്യണം. അതെ, ഇപ്പൊ ശരി ഉത്തരമായി. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: കുന്നും കാവൽ ഗോപുരവും എന്നേക്കും ഗുഹകളായി മാറിയത്. ഇപ്പൊ 2 ചോദ്യങ്ങൾ ശരിയായിട്ടുണ്ട്. അപ്പൊ അങ്കിള് പാട്ടൊക്കെ പാടാറുണ്ടോ? വീട്ടിലൊക്കെ പാട്ട് പാടും. അത് മതി, നമുക്ക് ഈശോയെ കുറിച്ചൊരു പാട്ട് പാടി തരാവോ? പാടിക്കോളൂ. മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിത പാട്ടു പാടിടുന്നു, മനമേ നീയോമുണർന്നീ പരനെ പാടിത്തുടിക്കാം, മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കുന്നതിനെ നിനച്ചാൽ നിനക്കുഷത്തിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ, മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു, മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെ മനമേ. അങ്കിളെ നന്നായിട്ട് പാടി കേട്ടോ. നമ്മളിത് പ്രഭാതത്തിൽ പാടുന്ന പാട്ടാന്ന് തോന്നുന്നു അല്ലേ, പ്രാർത്ഥനയ്ക്കൊക്കെ? അമ്മയൊക്കെ ഇരുന്ന് പാടുന്ന പാട്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം ആ ഒരു പാട്ട് കേട്ടപ്പോ. നമുക്ക് എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ചോദ്യം ഇതാണ്: മരുഭൂമിയിൽ ന്യായം വസിക്കുകയും ഫലസമൃദ്ധമായ വയലിൽ നീതി പാർക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്?
മരുഭൂമിയിൽ ന്യായം വസിക്കുകയും ഫലസമൃദ്ധമായ വയലിൽ നീതി പാർക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോഴും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ 4ാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോകാം. ചോദ്യം ഇതാണ്, നീതിയുടെ പ്രവൃത്തി എന്ത്? നീതിയുടെ ഫലം എന്ത്? സമാധാനവും. നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, സമാധാനം, ശാന്തിയും സുരക്ഷിതത്വവും. അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി കഴിഞ്ഞു. നന്നായിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോ എല്ലാരും വീട്ടിലുള്ള സമയമാണെന്നൊക്കെ കൂടി പറഞ്ഞു. അപ്പം ഇത്രയും വലിയൊരു അനുഗ്രഹവും ദൈവകൃപയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു അങ്കിൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും വിളിക്കാം വചന സമീക്ഷയിലേക്ക്. ഓക്കെ അങ്കിൾ, താങ്ക് യു. അപ്പോൾ സോണി അങ്കിളായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ കൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു. അപ്പോൾ അത്രയും നമ്മുടെ ഒരു വചന സമീക്ഷയിൽ ആ ഒരു തിരക്കിനിടയിലും പങ്കുകാരനാകുവാനുള്ള ആ ഒരു മനസ്സിന്, ആ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ ബിഷപ്പ് ആ ഒരു വൈദികനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് 3ാമത്തെ ചോദ്യമായിട്ട് വീണ്ടും ചോദിക്കുന്നത് ഇപ്രകാരമാണ്: ശരിയാണ്, അല്ലയോ പുരോഹിത, അല്ലയോ വൈദിക, താങ്കളെ അവർ മുഷ്ടിച്ചുരുട്ടി ഇടിച്ചിട്ടില്ല, അല്ലെങ്കിൽ താങ്കളുടെ വസ്ത്രങ്ങൾ കീറി താങ്കളെ നഗ്നനാക്കിയിട്ടില്ല, പിന്നെ അവരെന്തെങ്കിലും മുൾക്കിരീടം താങ്കളെ ധരിപ്പിച്ചുവോ? അപ്പോൾ ഇത് കേട്ട് വൈദികൻ ഉടനെ തന്നെ ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, അല്ല പിതാവേ, എന്നെ മുൾക്കിരീടം ഒന്നും ധരിപ്പിച്ചിട്ടില്ല, പക്ഷെ മാനസികമായിട്ട് എനിക്ക് അവിടെ പൊരുത്തപ്പെടാനാകുന്നില്ല. അപ്പോൾ ഈ ബിഷപ്പ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, മാനസികമായിട്ട് പൊരുത്തപ്പെടാതിരിക്കാൻ താങ്കളെ അവർ ഒറ്റപ്പെടുത്തിയോ? താങ്കളോട് എന്തെങ്കിലും താങ്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചോ? താങ്കൾ എന്താണെങ്കിലും അത് തുറന്നു പറഞ്ഞോളൂ. അപ്പോൾ ഈ വൈദികൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവരെന്നെ ഒറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അവർ ഒരു മടി കാണിക്കുന്നുണ്ട്. അവരെന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ പലപ്പോഴും അവർ ചെവി കൊള്ളുന്നില്ല. അപ്പോൾ ഈ ബിഷപ്പ് തിരിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, താങ്കളുടെ വാക്കുകൾ അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ വാക്കുകൾ ശ്രവിക്കുവാൻ താങ്കൾ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത് എന്നുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? പക്ഷെ താങ്കളുടെ വാക്കുകൾ അവർ കേൾക്കുന്നില്ല എന്ന് മാത്രം താങ്കൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് വൈദികൻ പറയുന്നുണ്ട്, പിതാവേ, അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല, പക്ഷേ ഞാനൊരു വൈദികനല്ലേ, എന്നെ അവർ ആ ഒരു ബഹുമാനം നൽകണ്ടേ? അപ്പോൾ ഈ ബിഷപ്പ് ഇപ്രകാരം പറയുന്നു, അല്ലയോ പുരോഹിത, ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിനിടയിൽ ഒരുപാട് വഴക്കുകൾ, ഒരുപാട് ഒറ്റപ്പെടലുകൾ, ഒരുപാട് പരിഹാസങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഒരു വൈദികൻ എന്നതിനേക്കാൾ അധികമായി നമ്മളെല്ലാം ഈശോയെ പിന്തുടരുന്നവരാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരാണ്. അപ്പോൾ മറ്റുള്ളവരെ കേൾക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വെല്ലുവിളികൾ നമ്മളെ കൊണ്ട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒളിച്ചോട്ടം ഏത് ഇടവകയിലായിരിക്കും താങ്കൾ അവസാനിപ്പിക്കുക? ഇനിയും പോകുന്നിടത്ത് ഇതുപോലുള്ള ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകില്ലേ? ഇനിയും താങ്കൾ എൻ്റെ മുൻപിൽ ഇതുപോലെ നിൽക്കില്ലേ? ഈ ഒരു ചോദ്യം ഈ വൈദികനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനങ്ങളുടെ പരിണിത ഫലമായിട്ടുള്ള തീരുമാനം എന്തായിരിക്കും, എന്താണ് എന്നുള്ള കഥയുടെ വിശേഷത്തിലേക്ക്, സമാപനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീലാമ്മ എവിടെ നിന്ന് വിളിക്കുന്നു? കരിശ്ശേരി. ആന്റിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. രണ്ടാളും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ മഴയൊക്കെ ഉണ്ടോ? ഉണ്ട്, നല്ലോണം മഴയുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ആന്റി, എന്തായാലും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കൂടി മടങ്ങി വരാം. ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള 1ാമത്തെ ചോദ്യം ഇതാണ്: ദൈവജനത്തിന്റെ വാസസ്ഥലം എവിടെയാണ്? നിർഭയ വസതികളിലും സൗകര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇതാണ്, സമാധാന നിവാസത്തിലും സുരക്ഷിത വസതികളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും. ഓക്കെ. അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോവാം. ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ വിശ്വസ്തർക്ക് വേണ്ടി യേശയ്യാവ് കഴിക്കുന്ന പ്രാർത്ഥന എന്താണ്? ദൈവത്തിന്റെ വിശ്വസ്തർക്ക് വേണ്ടി യേശയ്യാവ് കഴിക്കുന്ന പ്രാർത്ഥന എന്താണ്? പറഞ്ഞോളൂ.
യെശയ്യാവിന്റെ പ്രാർത്ഥനയാണോ? അതെ അതെ. ഞാൻ പറയാമേ. ഉം. യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് പുല്യവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും നീ ഞങ്ങളുടെ ഭുജവും കഷ്ടകാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. അതാ ഞാൻ പറഞ്ഞത്. അതെ, ശരി ഉത്തരമാണ്. അതാ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ സന്തോഷം തോന്നുന്നില്ലേ? വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു, പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയില്ലേ? ഓക്കെ, അപ്പൊ ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ അതോ വചനം പങ്കുവെക്കാനാണോ ഇഷ്ടം? എന്താ ആന്റിക്ക് ഇഷ്ടം? ഞാൻ ഒരു വചനം പറയാം. അവരെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. റഫറൻസ് കൂടി പറയാവോ? യോഹന്നാന്റെ സുവിശേഷം 1:12. ഓക്കെ, വെരി ഗുഡ്. ഭയങ്കര സന്തോഷം കേട്ടോ വചനം കേട്ടപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ സന്തോഷത്തില് ബാക്കി 2 ചോദ്യങ്ങളോട് മുന്നോട്ട് പോവാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ജനങ്ങൾ ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? കോലാഹലം കേതുവായി. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: കോലാഹലം നിമിത്തം. അപ്പൊ 3 ചോദ്യങ്ങൾ ശരിയായിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ഒരൊറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതും കൂടി ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: നിങ്ങളുടെ കവർച്ച മുതൽ ആര് ശേഖരിക്കുന്നത് പോലെയാണ് ശേഖരിക്കപ്പെടുന്നത്? തുള്ളൻ ശേഖരിക്കുന്ന പോലെ, തുള്ളൻ വെട്ടിക്കിളി ചാടിപ്പോകുന്ന പോലെ. ശരി ഉത്തരമാണ് ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. അറിയാലോ, നമ്മുടെ ബൈബിള് മാറുന്ന അനുസരിച്ച് വേർഡിങ്സിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്. നമ്മുടെ ബൈബിൾ പ്രകാരമുള്ള ഉത്തരം വിട്ടിൽ. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾ ശരി ഉത്തരം നൽകി. സന്തോഷം തോന്നുന്നില്ലേ? അപ്പൊ ആന്റി ഇനിയും വിളിക്കുക കേട്ടോ വചന സമീക്ഷയിലേക്ക്. ആന്റി അങ്കിളും ഒക്കെ സന്തോഷമായിട്ട് ഇരിക്കുക, സുഖമായിട്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനാശംസകളും. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത് ലീലാമ്മ ആന്റിയാണ്. അപ്പോൾ ആന്റി വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. ഒപ്പം എല്ലാ ഉത്തരങ്ങളും ശരിയാക്കി. അതിൽ വലിയൊരു പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഉത്തരം കൂടെ ആയിരുന്നു. പക്ഷെ അത് യാതൊരുവിധ പരിഭ്രമവും ഇല്ലാണ്ട് ആ ഒരു ഉത്തരം ശരിയാക്കാൻ സാധിച്ചു. അപ്പം ആന്റിക്കും അങ്കിളിനും വലിയ ദൈവാനുഗ്രഹം ആ കുടുംബത്തിന് മുഴുവനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടി നമുക്ക് ചേർത്ത് വെക്കാം. നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ ബിഷപ്പിന്റെ ചോദ്യത്തിന് മുൻപാകെ ഒന്നും മറുപടി പറയാനില്ലാതെ ആ ഒരു വൈദികൻ തല താഴ്ക്കുകയാണ്. അദ്ദേഹത്തിന് സ്വന്തം തെറ്റ് മനസ്സിലാകുന്നുണ്ട്. അതായത് എൻ്റെ വാക്കുകൾ അവർ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാൻ ഞാനും തയ്യാറായില്ല എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കഥയുടെ ഒരു സന്ദേശം. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ആ വൈദികൻ പറയുന്നുണ്ട്, അല്ലയോ പിതാവേ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഇടവകയിൽ തന്നെ ഇരുന്നു കൊള്ളാം, എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല, ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ മാത്രം എൻ്റെ മാനസിക സമ്മർദ്ദങ്ങളായിട്ട് എടുത്തു, എൻ്റെ മുന്നിൽ നിൽക്കുന്നവരുടെ വാക്കുകൾ ഞാനും ചെവി കൊണ്ടില്ല, അവർ എന്നെയും ചെവി കൊണ്ടില്ല, പക്ഷെ അങ്ങ് എൻ്റെ കണ്ണ് തുറപ്പിച്ചതുപോലെ ഞാൻ അവരുടെ കണ്ണ് തുറപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചിട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നുപോയിട്ടില്ലേ? നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരെ വിധിക്കുന്നതിന് മുൻപ് നമ്മെ വിധിക്കുവാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? വചനത്തിൽ തന്നെ ഇപ്രകാരത്തിലുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ആശയം പറയുന്നുണ്ട്: സ്വന്തം കണ്ണിലെ തടികഷ്ണം കാണാതെ മറ്റുള്ളവന്റെ കണ്ണിലെ ചെറിയ കടുകുമണിയോളമുള്ള ആ ഒരു പ്രശ്നത്തെ കാണുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടെന്നുള്ളത്. അതെ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. ആ പ്രശ്നം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയും. നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ പരിഗണിക്കാതെ മറ്റുള്ളവരെ കുറവുകളെ നാം പരിഗണിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് അസ്വാസ്ഥ്യങ്ങളും മറ്റുള്ളവരോടുള്ള ചേർച്ചക്കുറവുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഏതൊരു ബന്ധത്തിൻ്റെയും വിള്ളൽ വീഴ്ത്താൻ അല്ലെങ്കിൽ ഏതൊരു ബന്ധത്തിനും ഒരു തകർച്ച നേരിടുവാൻ ഇത്തരത്തിലുള്ള ചെറിയ സാഹചര്യങ്ങൾ തന്നെ, കടുകുമണിയോളമുള്ള സാഹചര്യങ്ങൾ തന്നെ ധാരാളമാണ്. അങ്ങനെയെങ്കിൽ ആ വൈദികനൊന്ന് മാറ്റി ചിന്തിക്കുവാൻ തയ്യാറായില്ലേ?
ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുവാനുള്ള മനസ്സ് എനിക്കുണ്ടാകണം എന്നുള്ളത്. ആ ഒരു ചെറിയ തീരുമാനം, എന്നാൽ വലിയ ആശയങ്ങളുള്ള വലിയ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമുക്കും എടുക്കാം. അങ്ങനെയെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്, ചെറിയൊരു പരിവർത്തനത്തിന് നമുക്കും കാരണക്കാരായി തീരാം. അതിന് ഈ ഒരു കഥയും ഈ സന്ദേശവും നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് നിർത്താം. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.